ഫ്രണ്ട്സ് GDSലേക്ക് അപ്ലൈ ചെയ്തൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റും വന്നിട്ടുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റ് പ്രകാരം 2400 മുകളിൽ ഉദ്യോഗാർത്ഥികളെയാണ് അതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് സെക്കൻഡ് ലിസ്റ്റാണ്. ലിസ്റ്റ് 1 ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2433 പേരായിരുന്നു അതിലെടുത്തിരുന്നത്. അപ്പോൾ അതിൽ അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയ ലാസ്റ്റ് ഡേറ്റ് 3/9/2000 സെപ്റ്റംബർ 3 അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. സെപ്റ്റംബർ 3 അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. അതിൻ്റെ ഉള്ളിലാണ് അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ പറയുന്ന 3/9/2024 ഉള്ളിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവരുണ്ടായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും അടുത്ത വർഷമൊക്കെ അത് അപ്ലൈ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം രണ്ടാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ആദ്യം കാണിച്ചത്. ഇത് ഒന്നാമത്തെ ലിസ്റ്റാണ്, കൺഫ്യൂഷൻ വേണ്ട. ഇത് ലിസ്റ്റ് 1 നിങ്ങൾക്കിവിടെ കാണാം, ലിസ്റ്റ് 1. ഇപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതാണ് ഞാൻ നിങ്ങളിനി സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ ലിസ്റ്റ്, നിങ്ങൾക്കിവിടെ കാണാം. സെക്കൻഡ് ലിസ്റ്റ് കേരള സർക്കിളിൻ്റെ മാത്രമാണ് കാണിക്കുന്നത്. ഇങ്ങനെ വിവിധ സർക്കിൾ വൈസ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ലിസ്റ്റ് സെക്കൻഡ്. ഈ ലിസ്റ്റ് സെക്കൻഡ് പ്രകാരം നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിങ്ങളുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 3/10 കേട്ടോ. 3/10 എന്ന് പറയുന്ന ആ ദിവസം നമ്മൾ പോകാനല്ല, 3/10 ഉള്ളിലാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, ബിഫോർ 3/10 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2024. അപ്പോൾ ഈ പറയുന്ന 3/10 ഉള്ളിൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം 10ാം മാസം 3ാം തീയതി 2024 ഉള്ളിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഈ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരിക്കലും നിൽക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ 1400 മുകളിൽ ഉദ്യോഗാർത്ഥികളാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1467 കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ്, 17/9/2024 നോട്ടീസ് വന്ന് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ലിസ്റ്റ് വന്നോന്ന്. അപ്പം ഇനി അടുത്തൊരു ലിസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ തേർഡ് വേണമെങ്കിലും സപ്ലിമെൻ്ററി ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലും എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് റിജക്റ്റ് ആവുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ ആവശ്യമെങ്കിൽ അവർ വീണ്ടും ഒരു ലിസ്റ്റും പാടെ വരുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ ഡിവിഷനാണ് ഇവിടെ സീരിയൽ നമ്പർ കഴിഞ്ഞ് ഇവിടെ ഡിവിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഡിവിഷനാണ്. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട ഡിവിഷൻ ഇതാ ലാസ്റ്റ് കോളത്തിലാണ് കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. എല്ലാവർക്കും ചിലപ്പം കിട്ടിയ ഡിവിഷനിൽ തന്നെ ആയിരിക്കണം എന്നില്ല ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുത്തതിനനുസരിച്ചായിരിക്കും ഇവിടെ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട ഡിവിഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിലെന്താണ് രജിസ്റ്റർ നമ്പർ വെച്ചിട്ട്, പേരല്ല നമ്മുടെ രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ നോക്കുക നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഏത് പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണോ, അത് എക്സേവകാണോ, അതൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ആദ്യം ഉറപ്പ് വരുത്താം. എന്നതിന് ശേഷം നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ടും കാണണം, എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. വെറുതെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അങ്ങ് പോയാൽ പോരാ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ ആവുന്നത് ജസ്റ്റ് ജനറലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ അവിടെ ആ ലിങ്ക് കൊടുക്കുന്ന ആ ഭാഗത്ത് നിങ്ങൾക്ക് അവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരാം. ഇന്ത്യൻ പോസ്റ്റ് GDS 2024 സെക്കൻഡ് ഷോർട്ട് ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ വാച്ച് ഓൺ യൂട്യൂബ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ലിസ്റ്റ് 1 വന്ന സമയത്ത്, ഒന്നാമത്തെ ലിസ്റ്റ് വന്ന സമയത്ത് ഈ 4 ആഴ്ച മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. വീണ്ടും അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെതാ ഇതിൽ തന്നെ നിങ്ങൾക്ക് തമ്പനയിൽ നോക്കാൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്ന് വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അത് കാണാം. ലിസ്റ്റ് നിങ്ങൾക്ക് GDS ഷോർട്ട് ലിസ്റ്റ് കേരള നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി കേരള അല്ലാത്ത മറ്റ് സർക്കിളിൻ്റെ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുത്തിട്ട് ഇവിടെ GDSൻ്റെ ഓപ്പൺ പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ലിസ്റ്റ് സെക്കൻഡ് നാട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം. ഏത് സർക്കിളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിൻ്റെ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് ലിസ്റ്റ് 1 ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ലിസ്റ്റ് 1 ഇനി ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് സെക്കൻഡ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് മീൻസ് ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ മസ്റ്റായിട്ട് ഈ പറയുന്ന വീഡിയോ കാണുക, കാരണം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ട അനുബന്ധങ്ങൾ. അപ്പോൾ ഈ അനുബന്ധങ്ങളൊക്കെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാ വാച്ച് ഓൺ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ലിസ്റ്റ് 1 വന്ന സമയത്ത് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ നേരെ നമ്മുടെ വീഡിയോയുടെ താഴെ അപ്ലൈ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഈ പേജിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ നോക്കുക, അതിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ ഈ വീഡിയോ കാണുക, വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള വീഡിയോ ഒക്കെ സെക്കൻഡ് നിങ്ങൾ രണ്ടാമതായിട്ട് ഇത് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അനുബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം പറയുന്ന അതിൻ്റെ ഡേറ്റ് ആണ്. നിങ്ങൾ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. 3/10/2024 എന്ന് പറയുന്നതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആണ്, ക്രൂഷ്യൽ ഡേറ്റ് ആണ്. ആ ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ കണ്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് നാളെ മുതൽ മറ്റന്നാൾ മുതൽ അങ്ങനെ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇവിടേക്ക് പോകാം. നിങ്ങൾക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടാവും, മെയിലൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറയുന്ന ഏത് ഡിവിഷനിലാണോ നമുക്ക് കിട്ടിയത് അത് ഈ ലാസ്റ്റ് കോളത്തിലുണ്ടാകും കേട്ടോ. നമുക്ക് കിട്ടിയ ഡിവിഷൻ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനലും വേണം, എല്ലാത്തിൻ്റെയും 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും കാര്യങ്ങളൊക്കെ വേണം. അതിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾ GOCL എജുലാൻഡ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. നിങ്ങൾക്ക് ഇതാ ഇവിടെ ലേറ്റസ്റ്റ് ജോബിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്കിവിടെ ഈ പറയുന്ന റിസൾട്ടിൻ്റെ അടിയിലൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്നെങ്കിൽ ഇന്ത്യ പോസ്റ്റ് GDS റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് 2000 റിസൾട്ടിൻ്റെ അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജിലേക്ക് വരാം. ഓക്കെ, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീക്ക് ചെയ്ത് കണ്ടവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരും. അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ടും കാണാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുക, ഇത് കാണാതെ പോകരുത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുൻപ്. ഓക്കെ, താങ്ക് യു.